ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ത് പറഞ്ഞ ഈ അപ്പുന്റെ ബർത്ത്ഡേ. അതെ, അപ്പുന്റെ ബർത്ത്ഡേ കൊണ്ട് അവൻ കുളിച്ചിട്ടെല്ലാം റെഡി ആയിന് വിളക്കെല്ലാം വെച്ചിട്ട് അച്ഛമ്മന്റെ അമ്മന്റെ എല്ലാം കാല് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാല് പിടിക്കും പറഞ്ഞേ. ദീർഘായുസ്സായിട്ട് പാണ്ടിക്ക് ആരോഗ്യം കൊടുത്തിട്ട് വിഷാപ്പ് രാവിലെ അതോ താങ്ക് യു. അപ്പൊ നല്ല ആരോഗ്യം, നല്ല പഠിപ്പും ബുദ്ധിയും കൊടുക്കട്ടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇരിക്കുമ്പോ ഗീതേ ഇങ്ങനെല്ല ബർത്ത്ഡേ ആവുമ്പോ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ മനസ്സിനുള്ളിൽ ഒരു പിടച്ചല്, ഒരു പുതിയ തുണി കൊടുന്നിട്ട് നമ്മൾ ആക്കിയിട്ട് ഇങ്ങനെല്ലാം ഇതാക്കുമ്പോ നമുക്കൊരു സന്തോഷം വേറെ തന്നെ. അങ്ങനെ ആയിട്ട് കൊല്ലത്തിനൊരിക്ക ഇവർക്ക് ബർത്ത്ഡേ വരുമ്പോ ഞങ്ങൾ ഒരു തുണി കൊടുന്നിട്ട് ഒരു കേക്ക് കൊടുന്നിട്ട് പിന്നെ കേക്ക് നമുക്ക് കൊടുന്നിട്ട് കട്ടാക്കാം. ഇപ്പൊ കുളിച്ചിട്ട് വിളക്ക് വെച്ചിട്ട് വലിയവരുടെ കാലെല്ലാം പൊടിച്ചിട്ട് ഇങ്ങനെ ദീർഘായുസ് മേടിച്ചിന്. ഇനി ദീർഘായുസായിട്ടേ മോന് പാങ്ങ് വളരണു. അങ്ങനെയാന്ന് ഞങ്ങൾക്ക് പറഞ്ഞ വയറിനിറയുക. അപ്പൊ ഞാൻ പറഞ്ഞിന് എല്ലാവർക്കും അറിയിച്ചിന് നമ്മളുടെ കഷ്ടമായിരുന്നു. സ്കൂൾ കഴിക്കാൻ തന്നെ മക്കളുടെ വലിയ പാടായിരുന്നു ഇതേ. അപ്പൊ ഇപ്പൊ ഒന്ന് പറഞ്ഞാല് ദൈവം എത്തിച്ചിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോ സ്വർഗം കഷ്ടപ്പെട്ടിട്ട് ഓരോരോ സാധനം നല്ലത് വീട്ടിലേക്ക് എടുത്താലോ ഒരു സ്വർഗലോകത്തിന്റെ അങ്ങനെ നമ്മളുടെ മനസ്സിക്ക് കഷ്ടപ്പെട്ടവരുടെ മനസ്സിക്ക് ആവുക. ഞാൻ ഒരു കുട്ടികളുടെ ബർത്ത്ഡേ കണ്ടിട്ടില്ല, അവർക്കൊരു പുതിയ തുണി എടുത്തിട്ടില്ല. അപ്പുന്റെ ബർത്ത്ഡേന്റെ അന്ന് എന്നെ ബേജാറാക്കി കണ്ട. എന്റെ കുട്ടികൾ ബർത്ത്ഡേ ഇല്ലാണ്ടേ വളർന്നു ഇന്ന് വരെ. പിന്നെ അവർക്ക് ബുദ്ധി വന്നിട്ട് ഓരോ തുണി മേടിച്ച് അവരെ കൊടുന്ന് ബർത്ത്ഡേ പറഞ്ഞിട്ട് വീട്ടിലാക്കിന്നില്ല, പറയുന്നില്ല. വളർന്ന പിന്നെ ഞാൻ ഇന്ന് വരെ എനിക്കൊരു ബർത്ത്ഡേ പറഞ്ഞിട്ട് മക്കളുടെ അടുത്ത് ഒരു തുണി മേടിപ്പിച്ചിട്ടില്ല. ഞാൻ ബർത്ത്ഡേന്റെ കണക്കും വെച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടികൾ വളർന്നത് നിങ്ങളുടെ ജോഗ മക്കളെ നിങ്ങൾക്കിപ്പോ ഒരു ചെറിയ തുണി അങ്ങും കിട്ടുന്നുണ്ട്, ബർത്ത്ഡേ ആക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോ നമുക്ക് സന്തോഷമാണ്. ആക്കാത്തവരല്ലേ ഇത് കാണുമ്പോ സന്തോഷം. കുഞ്ഞു മക്കൾക്കെല്ലാം പോയിട്ട് ഒരു ദിവസം മുമ്പേ സാപ്പുക്കുട്ടി ഒന്ന് പോയിട്ട് എടുക്കും തുണി. എനക്കത് സന്തോഷമായി. ഈ നല്ല ദിവസത്തിന് എടുക്കുന്നതും ബർത്ത്ഡേക്ക് എടുക്കുന്നതും ഇതെല്ലാം ഒരു സന്തോഷം വേറെ തന്നെ. മക്കൾക്ക് ഒരു സന്തോഷം വന്നാലേ നമുക്കൊരു സന്തോഷമായിട്ട് നിങ്ങൾ പാടിയിട്ടിരുന്നാല് നമുക്ക് സന്തോഷമില്ല. അങ്ങനെ എന്റെ ബർത്ത്ഡേന്റെ കഥ മുമ്പേ എല്ലാം ഇല്ലപ്പ. ഞങ്ങൾക്ക് അത്ര കഷ്ടത്തില വളർത്തിയത് മക്കളുടെ. കഷ്ടവും പറഞ്ഞാല് നിങ്ങൾക്ക് ആക്കണം അത്. അങ്ങനത്തെ ബർത്ത്ഡേ. അപ്പുന്റെ ബർത്ത്ഡേയില് അതിനെ കൊണ്ട് പായസാക്കി. ഇതുപോലത്തെ പായസം പായസം റെഡി. ഇത് സേമിയ പായസമാണ്. മിൽക്ക് മേഡ് അല്ലേ? അപ്പൊ സേമിയക്ക് മിൽക്ക് മേഡ് ഇട്ടാക്കിയാൽ നല്ല രസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പായസം റെഡി. ഇനി ഇതാ മുന്തിരിയും അണ്ടിപ്പരിപ്പ് നല്ല ചൂടാക്കി വെച്ചത് അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ടു. അങ്ങനെ കുറച്ച് വെള്ളം പോലെ കുടിക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞിട്ട് ഇതേമാതിരി ഞാൻ ഇവിടെ ആക്കല്, ഗട്ടിയാക്കലില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പായസം കുടിക്കാം അല്ലേ? അപ്പൊ മിൽക്ക് മേഡിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് ആക്കിയിട്ട് ഇത് ഇറക്കി വെച്ച പിന്നെ നമുക്ക് ഇത് മിൽക്ക് എന്താ പറഞ്ഞില്ലെങ്കിൽ അത് അവിടെ കട്ട മന്ത്രിയാകും. അപ്പൊ നമുക്കത് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി.
കുറേ ഇത് മധുരം ജാസ്തി വേണ്ട, അതിനുള്ളത് ഒഴിച്ചു. അപ്പോൾ ഒരു പകുതി ഡബ്ബി ഒഴിച്ച് നല്ല സൂപ്പർ ഉണ്ട് വെള്ളം. ഫസ്റ്റ് നമ്മൾ നോക്ക് സ്കൂളിൽ പോകുമ്പോ ആൽക്കോവ തിന്നണ്ടേ, ചെറിയ അതിന്റെ ടേസ്റ്റ് ഉണ്ട്, നല്ലുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മള് ടേസ്റ്റൊക്കെ കുറച്ച് ഉപ്പിടണം. എന്ത് നമ്മൾ പായസാക്കിയാലും എപ്പം ഉപ്പിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മധുരം പിന്നെ ഉപ്പിന്റെ ഇതാവുമ്പോ നല്ല ടേസ്റ്റ്. നുള്ളിടണം, പിന്നെ കുറേ ജാസ്തി ഓവറായിട്ട് ഇടരുത്. ഇത് നോക്കിയാലേ അത് ഒരു വേറെ ലെവലായിട്ടുണ്ടാവും. പായസം റെഡിയാ. അപ്പുന്റെ ബർത്ത്ഡേന്റെ ഭാഗ്യല്ലേ. ടേസ്റ്റ് പറയുമ്പോ ചെക്കനില്ല, ചെക്കൻ കഴിക്കാൻ പോയിന്ന്. നമ്മൾ കുടിച്ചിട്ട് നോക്കാം. ഞാൻ ഫസ്റ്റ് കുടിച്ചിട്ട് പറയാ കേട്ടാ. നല്ല സൂപ്പർ അല്ലേ, 1 നമ്പറായിരുന്നു. നല്ല പായസം. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. സൂപ്പർ പാലിനെ ആക്കിയതല്ലേ. പിന്നെ ഇത് ഇങ്ങനെ ആക്കാൻ കാരണം ഞാൻ ഇത് സേമികയും ചെറുപയറുമാണ് മാമൂലി ആക്കത്. അപ്പൊ അമ്മ TV നോക്കിയിട്ട് എനിക്ക് ഇതുപോലത്തെ പായസം വേണം ഇന്ന് മെനയാന്നേ പറയുന്നുണ്ട്. അപ്പൊ ബർത്ത്ഡേ ഏതായാലും കുട്ടീന്റെ അപ്പുന്റെ ബർത്ത്ഡേ ഉണ്ടല്ലേ, അന്ന് ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല. ആക്കമ്മ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടാണ്ടായി. അപ്പൊ അങ്ങനെ ഇന്നാക്കിയത്. ചെറുപ്പയറിട്ട അമ്മക്ക് തിന്നാനാവില്ലല്ലേ, തണുപ്പല്ലേ, ശ്വാസം. അങ്ങനെ ഇങ്ങനെ സേമിക ഇട്ടിട്ടാക്കിയത് 1 നമ്പറായിനെ. ഞാൻ കുടിക്കാത്ത ഒരു പായസം കുറച്ചേ കുടിക്കുള്ളൂ, ഇന്ന് കുടിക്കാനേ ആവുന്നുണ്ട്. നല്ല പാങ്ങുണ്ട്. എങ്ങനെയുണ്ട് പറയുമ്പോഴത്തെ? അപ്പോ ഭർത്താക്കാരന്റെ പായസം വെച്ചിട്ട് ഭർത്താക്കാരുടെ ഫുട്ബോൾ മാച്ചില്ല സുണ്ടിയത്തിൽ പോയിന്ന്, ടൗണിൽ പോയിന്ന്. അങ്ങനെ ഭർത്താക്കാരില്ല. ഇപ്പൊ ഇവരെല്ലാം ടേസ്റ്റ് നോക്കി, അമ്മയും ഗീത അമ്മയെല്ലാം ടേസ്റ്റ് നോക്കി. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായില്ല. അടിപൊളി. ഇങ്ങനെ ബാഗ് കൊണ്ടുപോകുമ്പോലെ ഈ മിൽക്ക് മേഡിന്റെ ആ സ്മെല്ല് ഉണ്ടല്ലേ, മുന്തിരിങ്ങ അത് ഇതെല്ലാം ഇട്ടത്, അതിന്റെ നെയ്യിന്റെ മണം നല്ല ഗമ ഗമ ഗമന്ന് അടിക്കുന്നുണ്ട്. ഞാൻ തിന്ന് നോക്കുമ്പോ നല്ല സൂപ്പറുണ്ട്, ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു ബർത്ത്ഡേ പായസം. ശരി. ഇവന് വലിയോണ്, ഇവള് ചെറിയോള്. ഇവൾക്ക് 5 വയസ്സ് ഇന്നൊക്കെയായി. ഇവളുടെ പിറന്നാളാണിന്ന്. അങ്ങനെ ബർത്ത്ഡേ അച്ഛമ്മന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്പലത്തിനെല്ലാം പോയിട്ട് വരുന്നത് എത്താം. അങ്ങനെ അച്ഛമ്മന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞത് മുത്തിയമ്മ. മുത്തി അച്ഛമ്മ ഇവർക്ക് മക്കളുടെ മക്കൾക്ക്, ഇത് പേരക്കുട്ടീന്റെ കുട്ടി. ഞാൻ മുത്തിയമ്മയാ. അപ്പൊ ഇന്ന് ഇപ്പൊ അനക്ക് വിശാക്കാം. അതെ, വിശാക്കാം. ബർത്ത്ഡേ. താങ്ക് യു. വിഷ് ഹാപ്പി ബർത്ത്ഡേ. വിഷ് ഹാപ്പി ബർത്ത്ഡേ. ഒരു കുഞ്ഞു പാട്ടപ്പ, അത് 2 വരി പാടട്ടെ എന്ന് ചോദിച്ചിട്ട് പാടുന്നുണ്ട്. ഇങ്ങനെ ആക്കലുണ്ട്. മുത്തം തന്നോട്ടെ പറയുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തു. അയ്യോ
നല്ല പാട്ട് 2 വരയെ ഇന്നുമായിട്ട് എന്നാലും അതൊരു പാട്ട് പറയാന്ന് എൻ്റെ കുട്ടി പറഞ്ഞല്ലേ, അതല്ലേ സന്തോഷം. അങ്ങനെ അനിയത്തിക്ക് ഒരു പാട്ട്. അപ്പൊ ഞങ്ങള് മംഗളൂർ പോകുന്നുണ്ട് അമ്മുന്റെ കോളേജിക്ക്. അതെ, അങ്ങനെ അവിടെ പോയിട്ട് വരുന്നേ. ഇന്ന് വരുമ്പോ വൈകുന്നേരമാവല്ലേ, വൈകുന്നേരം ജാഗ്രതയിൽ പോയിട്ട് മംഗളൂർ വരും. ജാഗ്രതയിൽ പോണം, അടുത്തല്ല. മംഗളൂര് പറഞ്ഞാല് എത്രയാ ദൂരമുള്ളത്, സരിപ്പാ പോയിട്ട് വരും. പോയിട്ട് വരുന്നു. ആ ശരി, പോയിട്ട് വരും. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ട് അമ്മൂൻ്റെ കോളേജിലേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് നല്ല പാർക്കെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് ആകുമ്പോൾ വിശക്കുന്നുണ്ട്. 2 മണിയായി. അപ്പോൾ ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ചോറ് വന്നു. അമ്മക്ക് ചോറ് വേണ്ടത്ര. അതെ, അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാം. ഐറ്റംസ് കുറേ ഉണ്ട്. ഒരു മീൻകറി, മീൻ, പിന്നെ ഇത് ഉള്ളിയും പിന്നെ ക്യാബേജ് എല്ലായിട്ടും ഒരു സലാഡ് കൊടുത്ത്, പിന്നെ ചെമ്മീൻ ഇത് ചമ്മന്തി, ബീൻസ് വറവ്, അച്ചാർ, പിന്നെ അത് അതെ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അതെ, ബൈ.